ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീട്ടെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്. ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലെഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവി ടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീട്ടെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it. ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ഓളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.